ഹായ് ഗൈസ്, ഓണമൊക്കെയല്ലേ വരുന്നത്. നമുക്ക് കുറച്ച് ഗ്ലോ ആവണ്ടേ. അപ്പോൾ ഓണം സെലിബ്രേഷന് കോളേജിലായാലും സ്കൂളിലായാലും കുറച്ച് ഗ്ലോ ആയിട്ട് ഓണം സെലിബ്രേഷന് പോകാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് ഫേഷ്യൽ വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഞാൻ പേഴ്സണലി പാർലറിൽ പോയിട്ട് എനിക്ക് അങ്ങനെ മുഖത്ത് പരീക്ഷിക്കാനായിട്ട് താല്പര്യമില്ല. സോ ഞാൻ കുറച്ചും കൂടിയും ഒരു ഭയങ്കര നാച്ചുറൽ അല്ല, കുറച്ചും കൂടി ഓർഗാനിക് ആയിട്ട് അധികം കെമിക്കൽ കുറവായിട്ടുള്ളൊരു പ്രൊഡക്ട്സ് ഉണ്ടോയെന്ന് നോക്കി നടന്നപ്പോൾ കിട്ടുകയാണ് എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ്. അത് വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ 5 സ്റ്റെപ്പിൽ കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞി ഫേഷ്യലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പാർലറിൽ പോകാനും പറ്റില്ല, എന്നാൽ പാർലറിൽ ചെയ്ത പോലെ ഒരു എഫക്റ്റ് കിട്ടണം. സോ ഇത് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. വീഡിയോ ഫുള്ളും കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞ സാധനം ഇതാണ് ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് ബ്രൈറ്റനിങ് ഫേഷ്യൽ കിറ്റ്. ഇതിൽ ഷിയ ബട്ടർ, ഡ്രാഗൺ ഫ്രൂട്ട് ഓയിൽ, ക്യാരറ്റ് ഓയിൽ, ഇത് നമ്മളുടെ എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആണെന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് എങ്ങനെയൊക്കെ യൂസ് ചെയ്യണം, എത്ര മിനിറ്റ് നമ്മളുടെ ഫേസിൽ ഇത് വെക്കണം എന്നുള്ള കറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ കുറച്ച് പാക്കറ്റ്സ് കിട്ടുന്നുണ്ട്, ചെറിയ ചെറിയ. ഇതിൽ 5 പാക്കറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. ഓരോന്നിലും ഓരോ കാര്യങ്ങളായിട്ടുണ്ട്. ഒരെണ്ണത്തിൽ ക്ലെൻസർ, സ്ക്രബ്, ടോണ്, ക്രീം, മഡ് മാസ്ക്. അപ്പോൾ നമുക്കിതെങ്ങനെ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമുക്ക് ഹെയർ കെട്ടി വെക്കാം ആദ്യം തന്നെ, അല്ലെങ്കിൽ നമുക്ക് ഫേസ് കഴിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലെൻസിങ് ആണ്. അതിന് ക്ലെൻസർ എന്ന് പറഞ്ഞിട്ടൊരു പാക്കറ്റ് തന്നിട്ടുണ്ട്. നമ്മുടെ ഫേസ് കുറച്ച് നനവുണ്ടായിരിക്കണം. ഒരു 3 to 5 മിനിറ്റ്സ് ക്ലെൻസർ യൂസ് ചെയ്ത് മസാജ് ചെയ്തിട്ട് നമുക്ക് കഴുകിക്കളയാമെന്നാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ് നമുക്ക് ഇതിൽ എഴുതിയിരിക്കുന്നത്. സോ നമുക്ക് കുറച്ച് മുഖമൊക്കെ കഴുകി ഇതൊക്കെ തേച്ചിട്ട് വരാം. ഇതിനൊരു ഫ്രൂട്ടി സ്മെല്ലാണ് മണക്കുന്നത്. നമുക്ക് നോക്കാം എന്ത് കളറാണ് വരുന്നതെന്ന്. കുറച്ച് ക്ലെൻസിങ് ഇത്ര എടുത്താൽ മതി, അധികം എടുക്കണ്ട. കുറച്ച് എമൗണ്ടിൽ എടുത്താൽ മതി. നമ്മൾക്ക് ഫസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. നോക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഫേസിൽ നമ്മളുടെ ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ ക്ലെൻസ് ചെയ്യണ പോലെ തന്നെ ഇങ്ങനെയായി വരുന്നുണ്ടല്ലേ. ഓക്കെ, മുഖമൊക്കെ കഴുകി വന്നിട്ടുണ്ട്. ഫസ്റ്റത്തെ ക്ലെൻസിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് അടുത്തത് സ്ക്രബ്ബറാണ്. സ്ക്രബ്ബറും ഇതേപോലെ തന്നെ ഡാം ഫേസിൽ സ്ക്രബ് ചെയ്യുക, റിൻസ് ഓഫ് ചെയ്യുക, പാഡ് ഡ്രൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സോ നമുക്ക് നോക്കാം. സോ കണ്ടോ, ഇതിങ്ങനെ ഒരു പേസ്റ്റ് പോലെയാണ്, ഒരു സ്ക്രബ് പോലെ. ഞാൻ അധികം എടുക്കാനില്ല, കാരണം നമുക്ക് അധികം എടുത്തിട്ട് കാര്യമില്ല, വെറുതെ വേസ്റ്റ് ചെയ്ത് കളയണ്ടല്ലോ. നമുക്ക് ആവശ്യത്തിന് നമ്മളെടുത്ത് യൂസ് ചെയ്താൽ മതി. ഇതിൽ ഈ പാക്കറ്റിൽ നിറച്ചുണ്ട്. ഇത് നിറച്ച് നമ്മളുടെ മുഖത്ത് വാരി പൊത്തണമെന്നൊന്നുമില്ല. ഈ സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിലുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള ഡെഡ് സെൽസും അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സൊക്കെ നന്നായിട്ട് കുറയും. അതിന് സ്ക്രബ് നല്ലതാണ്. അത് ഈ സ്ക്രബ് തന്നെയല്ല, അത് ഏത് സ്ക്രബ് ആയാലും നല്ലതാണ്. സ്ക്രബ് ചെയ്യുമ്പോഴായാലും ഫേസ് പാക്ക് ഇടുമ്പോഴായാലും നമ്മൾ ഫേസിൽ എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മൾ നെക്കിനും കൂടിയും അപ്ലൈ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ അത് രണ്ടും ഇതായിട്ട് നിൽക്കും. പിന്നെ നെക്കും കെയർ ചെയ്യുന്ന ഫേസ് പോലെ തന്നെ. ഓക്കെ, നമ്മൾ പാക്ക് ഡ്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ഒഴിച്ചെടുക്കും. ഞാൻ പണ്ട് അങ്ങനെയായിരുന്നു. ഞാൻ എപ്പോഴും മുഖം ടവലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഒഴിക്കും. പക്ഷേ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പിന്നെ ബോധം വെച്ചപ്പോഴാണ് മനസ്സിലായത്. അടുത്തത് തേർഡ് സ്റ്റെപ്പ് ടോണറാണ്. ടോണർ നമുക്ക് കണ്ടോ ഇങ്ങനെ ഒരു ജെല്ല് പോലെ. ഫേഷ്യലിൽ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ നന്നായി മസാജ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ പാർലറിൽ പോയിട്ട് നമ്മൾ കണ്ടിട്ടില്ല, അതിങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലെ ബ്ലഡ് വെസൽസൊക്കെ നന്നായിട്ട് ഡൈലേറ്റ് ആവും. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഫേസിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടും. ഫേസ് കുറച്ചും കൂടി ബ്രൈറ്റ് ആവാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് നല്ലൊരു റിലാക്സേഷൻ കിട്ടും.
സോ മസാജിങ് നല്ല ടോണർ യൂസ് ചെയ്തിട്ട് നമ്മൾ മുഖം പിന്നെ കഴുകേണ്ട ആവശ്യമില്ല. ഇനി എക്സസ് ആയിട്ട് ഇരിക്കാനുണ്ടെന്ന് തോന്നണമെങ്കിൽ മാത്രം ഒരു ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു കോട്ടൺ പാഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ എടുത്ത് കളയാം. ഇങ്ങനെ ജസ്റ്റ് ഇതാക്കി കൊടുത്താൽ മതി. 4ാമത്തെ സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് ക്രീമാണ്. ഇതാണ് നമ്മളുടെ ഫേഷ്യൽ ക്രീം. സോ ഇതിട്ടിട്ട് നന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇത് ഭയങ്കര ഇങ്ങനെ വെള്ളം പോലെ കേട്ടോ നമ്മളുടെ ഫേസിൽ മൊത്തത്തിൽ ഇത് യൂസ് ചെയ്ത് കുറച്ചധികം നേരം മസാജ് ചെയ്ത് കൊടുക്കണേ. നമ്മളുടെ ലാസ്റ്റത്തെ ഫൈനൽ 5th സ്റ്റെപ്പാണ്. ഇതിൽ മഡ് മാസ്ക് ആണ് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ 50 മിനിറ്റ്സ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഇതിൽ നമുക്ക് മസാജ് ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി. ഭയങ്കര തിൻ ലെയറിലായിട്ട് അപ്ലൈ ചെയ്താൽ മതി എന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രൈ ആയതിന് ശേഷം വാട്ടർ യൂസ് ചെയ്തിട്ട് കഴുകിക്കളയാം. സാധാ പോലെ ക്രീം യൂസ് ചെയ്തിട്ടും ടോണർ യൂസ് ചെയ്തിട്ട് നമ്മൾ കഴുകേണ്ട ആവശ്യമില്ല. എക്സസ് ആയിട്ട് നിൽക്കണമെങ്കിൽ ജസ്റ്റ് നമുക്ക് ഒരു ടിഷ്യൂയോ കോട്ടൺ പാഡോ യൂസ് ചെയ്തിട്ട് തുടച്ച് കളഞ്ഞാൽ മതി. സോ നമുക്ക് മഡ് മാസ്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ഇതൊരു തിന്ന ലെയറായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതായത് കുറേ എടുത്ത് അപ്ലൈ ചെയ്തിട്ടില്ല. പക്ഷേ ഇത് കുറച്ച് ഡ്രൈ ആയതുകൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഇത്രയും ബുദ്ധിമുട്ട്. നമ്മൾ കുറച്ച് എന്നിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഇനി 15 മിനിറ്റ് ഇതേപോലെ വെച്ചിട്ട് നമുക്ക് വാഷ് ഔട്ട് ചെയ്തിട്ട് ഫൈനൽ റിസൾട്ട് കാണാൻ ഞാൻ വെയിറ്റിംഗ് ആണ്. അങ്ങനെ ഫൈനൽ സ്റ്റെപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞു. കുറച്ച് ബ്രൈറ്റ് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഫേസ്. ഒരു ഫ്രഷ്നെസ്സും ഉണ്ട്. സോ 150 റുപ്പീസിന് നല്ല വെർത്തായിട്ടുള്ളൊരു പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നി. സോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളിത് യൂസ് ചെയ്യുകയാണെങ്കിൽ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസും കൂടി ഒന്ന് ഷെയർ ചെയ്യും. ബൈ.